ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഏറ്റവും പരിശുദ്ധ സ്നേഹമേ, നിന്റെ സ്നേഹത്തിന്റെ നിറവിൽ ഞങ്ങളുടെ ഹൃദയം ഭരിക്കണമേ. ഈ ലോക സന്തോഷങ്ങളെല്ലാം വെറുത്തുപേക്ഷിച്ച് പരലോക സന്തോഷത്തെ മാത്രം തേടുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തിരണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 12-ാം സ്ഥലം. ഈശോ മിശിഹ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. വയനാട് ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശു ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. കാർണിവനായ ഈശോയെ, അങ്ങ് കുരിശുമരത്തിന്മേൽ മരിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷക, നിന്റെ ഹൃദയത്തിന്റെ അഗാധതയിൽ ഞങ്ങളെ മറയ്ക്കണമേ. അങ്ങയെ മാത്രം സ്നേഹിച്ചു ദൈവേശ്വര പ്രസാദത്തോടു കൂടെ മരിച്ച് മോക്ഷത്തിൽ അങ്ങയോട് കൂടി ഒന്നിച്ചായിരിക്കാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തിരണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 13-ാം സ്ഥലം. ഈശോ മിശിഹായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അരിമത്യാക്കാരൻ ജോസഫ് യേശുവിന്റെ ശരീരം എടുത്ത് മാറ്റാൻ പിലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പിലാത്തോസ് അനുവാദം നൽകി. കാർണിവാനായ ഈശോയെ, അങ്ങേ തിരുശരീരം സ്ലീവായിൽ നിന്നിറക്കി അങ്ങേ യാകുല മാതാവിന്റെ മടിയിൽ കിടത്തിയതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. നിന്റെ കാരുണ്യത്തിലുള്ള ഞങ്ങളുടെ പ്രത്യാശ അനുദിനം വർദ്ധിപ്പിക്കണമേ. അതുവഴി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങേ തിരുമുറുകളും പരിശുദ്ധ മാതാവിന്റെ വ്യാകുലതകളും പതിപ്പിച്ചിരണമേ. അങ്ങയോട് പതിപ്പിച്ചിരണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 14-ാം സ്ഥലം. ഈശോ മിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കാസർഗോഡ് ജില്ലയെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ജോസഫ് ശരീരമെടുത്ത് ശുചിയായ ഒരു തുണിയിൽ പൊതിഞ്ഞു പാറയിൽ വെട്ടിയുണ്ടാക്കിയ തന്റെ പുതിയ കല്ലറയിൽ സംസ്കരിച്ചു. കല്ലറയുടെ വാതിക്കൽ ഒരു വലിയ കല്ലുരുട്ടി വെച്ച് അവൻ പോയി. കാർണിവാനായ ഈശോയെ, അങ്ങേ തിരുശരീരം കല്ലറയിൽ അടയ്ക്കപ്പെടുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ മരണത്തോളം അങ്ങേ സ്നേഹിച്ച് ഞങ്ങളെ ഭാരമേൽപ്പിച്ചിരിക്കുന്ന ഒരാത്മാവിനെ പോലും നഷ്ടപ്പെടുത്തി കളയാതെ നിത്യഭാഗ്യം പ്രാപിക്കാൻ ഞങ്ങൾക്ക് മനോഗുണം ചെയ്യണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. സമാപന പ്രാർത്ഥന. നീതിമാനായ പിതാവേ, അങ്ങേ രഞ്ജിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കൺ പാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ. അങ്ങേ തിരുക്കുമാരൻ കാകുൽത്തായിൽ ചിന്തി തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയും ഗൗനിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തിപ്പെടുകയും ചെയ്തു. അങ്ങയെ പ്രസാദിപ്പിക്കാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തൻ്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രന് ആരാധനയും രക്ഷണീയകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഗാഗുൽത്താ മലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. ഗാഗുൽത്താ മലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. നിങ്ങളെ ഞാൻ ഉയർത്താൻ വന്നു, ക്രൂശിലെന്നെ തറച്ചു നിങ്ങൾ. മോക്ഷവാതിൽ തുറക്കാൻ വന്നു, ശിക്ഷയായൻ കൈകൾ ബന്ധിച്ചു. ഗാഗുൽത്താ മലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമ്മുടെ നോമ്പുകാലത്തെ തീർത്ഥയാത്ര എന്ന പ്രോഗ്രാമിന്റെ 5-ാം ദിനമായ ഇന്ന് നമ്മളോട് പാപിയെ സ്നേഹിക്കുന്ന ദൈവം എന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നത് ചഞ്ചലാണ്. ചഞ്ചൽ USA നിന്ന്, അമേരിക്കയിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ ഓൺലൈൻ പ്രോഗ്രാമായ ഷൂബിന്റെ, ഹോളി ഹോമിന്റെ ഓൺലൈൻ പ്രോഗ്രാമായ ഷൂബ് 3യുടെ അമേരിക്കയിലെ ബാച്ചിന്റെ കോർഡിനേറ്റീവ് ഫാമിലിയാണ് ചഞ്ചലും ആൽവിനും. ചഞ്ചലാണ് ഇന്ന് നമ്മളോട് ഇന്ന് വചനം പങ്കുവെക്കുന്നതും നമ്മോട് ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് പങ്കുവെക്കുന്നതും. ചഞ്ചലിനെ ഏറ്റവും സ്നേഹത്തോടെ ഇന്ന് ഈ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുന്നു. ചഞ്ചലെ. താങ്ക് യു. നമ്മളിപ്പോ നോയമ്പ് കാലത്താണുള്ളത്. ഏറ്റവും സ്നേഹത്തോടെ ഞാൻ നിങ്ങളെല്ലാം ഇതിലേക്ക് ക്ഷണിക്കുന്നു. അപ്പം നമ്മുടെ നോയമ്പ് കാലത്തിന്റെ ഒരു ലക്ഷ്യം എന്താണെന്ന് നമുക്കിതിന് ഈ ഒരു ടോക്കിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കണം. അപ്പോൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 34-ാമത്തെ വചനത്തില് നമുക്ക് കാണാം, ഈശോ അവിടെ മരിക്കുകയാണ്. അപ്പോൾ മരിക്കുന്നതിന് തൊട്ട് മുന്നേ ഈശോ തൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു, പിതാവേ അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഈശോ ജീവൻ വെടിയുന്നതാണ് നമുക്ക് കാണുന്നത്. അവിടെ ഈശോയുടെ കുരിശുമരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരുപാട് വേദനകൾ സഹിച്ച ഈശോ കുരിശിൽ മരിക്കുന്നത്, അത് നമുക്ക് വേണ്ടി. അപ്പം അവിടെ ഈശോ 3 പ്രാവശ്യം വീണു എന്ന് പറയുമ്പോൾ ഈശോ ഒരു 30 പ്രാവശ്യം വീണിട്ടുണ്ടാവും. അപ്പൊ അതിനെയാണ് 3ആയിട്ട് ചുരുക്കി നമുക്ക് തന്നിരിക്കുന്നത്. അതുപോലെ ഓരോ പ്രാവശ്യം വീഴുമ്പോഴും മുഖമിടിച്ച് വിശുദ്ധ കുരിശോട് കൂടിയാണ് ഈശോ വീഴുന്നത്.
അപ്പോൾ അങ്ങനെ അങ്ങനെ ഓരോ പ്രാവശ്യം വീഴുമ്പോഴും ഈശോയ്ക്ക് ഒരുപാട് വേദനകളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഉള്ളപ്പോഴാണ് ഈശോ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളോടുള്ള സ്നേഹം എത്രമാത്രമാണെന്ന് നമുക്ക് കുരിശിൽ ഈശോയുടെ മരണത്തിൽ കാണാൻ പറ്റും. പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്താണെന്ന് അവരറിയുന്നില്ല എന്ന് പറഞ്ഞ് ഈശോ അവരോട് ക്ഷമിച്ച് അവരെ സ്നേഹിച്ചാണ് ഈശോ മരിക്കുന്നത്. അപ്പോൾ ദൈവമായ ഈശോ നമുക്ക് വേണ്ടി മരിക്കുന്നത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണെന്ന് ഉള്ള ആ പോയിന്റ് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഈശോയ്ക്ക് ഈശോ ഈശോ എന്തിനാണ് അവിടെ മരിക്കുന്നത്? ദൈവത്തിന് മറ്റൊരാളെ തിരഞ്ഞെടുക്കാമായിരുന്നല്ലോ. പരിശുദ്ധ മാതാവിനെ, അല്ലെങ്കിൽ വിശുദ്ധ യൗസേ പിതാവിനെ. അങ്ങനെ ലോകത്തിലെ ഒരു മനുഷ്യനെ സൃഷ്ടിച്ച് ആ മനുഷ്യനെ കുരിശുമരണത്തിലൂടെ ഈശോയ്ക്ക് പകരം ഒരാളെ അങ്ങനെ തിരഞ്ഞെടുത്തുകൊണ്ട് ദൈവത്തിന് സ്വന്തം മകനെ ഈ ഒരു കാര്യത്തിൽ നിന്ന് രക്ഷിക്കാമായിരുന്നു. പക്ഷേ അത് സാധ്യമല്ല. കാരണം നമുക്കറിയാം, ഇതൊരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു രക്ഷയാണ്. ഒരിക്കലും തീരാത്ത, ഒരിക്കലും എൻഡിങ് അല്ലാത്ത ഒരു രക്ഷയാണ് ഈശോയുടെ ആ കുരിശുമരണം. ഈശോയുടെ കുരിശുമരണത്തിലൂടെ ഈശോ ആ പാപികളെ ഈശോയുടെ സ്നേഹത്തിലേക്ക് വിളിക്കുക ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു രക്ഷ സാധ്യമാകണമെന്നുണ്ടെങ്കിൽ ഒരു പാപിയല്ലാത്ത, പാപമില്ലാത്ത, നന്മയുടെ നിറകുടമായ ഒരു മനുഷ്യൻ, ഈശോ, ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ ദൈവം സൃഷ്ടിച്ച ദൈവത്തിന്റെ സ്വന്തം മകനായ ആ മനുഷ്യൻ മരിക്കണം. അത് അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമ്പോഴേ അങ്ങനെ ഒരു ഇൻഫിനിറ്റ് ആയിട്ടൊരു രക്ഷ സാധ്യമാകുന്നുള്ളൂ. കാരണം മനുഷ്യരെപ്പോഴും പാപികളാണ്. നമുക്ക് ഒരിക്കലും പാപമില്ലാതെ, അത് നമ്മളെ എങ്ങനെ നമ്മൾ അപൂർണരാണ്. നമ്മൾ പൂർണ്ണതയില്ലാത്ത ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ മരിച്ചാൽ അവിടെ ഒരിക്കലും അങ്ങനെ ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു രക്ഷ സാധ്യമാവുന്നില്ല. പക്ഷെ ഒരു അത്ര ദൈവത്തിന്റെ ഒരു മകൻ, ആ മകൻ മരിക്കുമ്പോഴാണ് അങ്ങനെ ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള രക്ഷ സാധ്യമാകുന്നുള്ളൂ. അങ്ങനെ അതിലൂടെ നമ്മുടെ പാപപരിഹാരം അതിലൂടെ സാധ്യമാകുന്നുള്ളൂ. അപ്പം അതുകൊണ്ടാണ് അവിടെ ഈശോനെ തന്നെ ദൈവം തെരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ഈശോ ഒത്തിരി വേദന സഹിച്ച് മരിക്കുന്നതും നമുക്ക് വേണ്ടി, നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി മാത്രമാണ്. അതുപോലെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9:13 നമുക്ക് കാണാൻ പറ്റും ഈശോയുടെ വരവിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളത്. ഈശോ ലോകത്തിലേക്ക് വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണെന്നാണ് ഈശോ അവിടെ പറയുന്നത്. അപ്പം ഈശോയുടെ വരവിന്റെ ലക്ഷ്യം തന്നെ നീതിമാന്മാരെ വിളിക്കാനായിരുന്നില്ല, പാപികളെ വിളിക്കാനായിരുന്നു. പാപികളെ വിളിക്കാനെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാവരും പാപികളാണ്. അപ്പം നീതിമാന്മാരാണെന്ന് സ്വയം നീതീകരിക്കുന്നവരെയല്ല, മറിച്ച് ഒരു ഞാൻ പാപിയാണെന്ന് മനസ്സിൽ സമ്മതിച്ച് ആ പാപബോധമുള്ള ഒരാള്, അങ്ങനെ അത്ര ഈശോ പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പം ഞാൻ നീതിമാനാണെന്ന് വിചാരിച്ച് ജീവിക്കുന്ന പലരും പലപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഈശോയെ, ഞാൻ പാപിയാണ്, ഞാൻ എത്ര എന്ത് ചെയ്താലും ഞാൻ പാപിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് ആ പാപബോധത്തോടെ ഈശോ നമുക്ക് വേണ്ടി മരിച്ചു എന്ന് മനസ്സിലാക്കി അങ്ങനെ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പം ഇതുപോലെ മറ്റ് പല ഭാഗങ്ങളിലും നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാൻ പറ്റും, നീതിമാനായി ഒരുവൻ പോലും ഇല്ല എന്നുള്ളത്. അതാണ്. അപ്പോൾ കാരണം എല്ലാവരും പാപികളാണ്. അപ്പോൾ നീതിമാനല്ല, പാപിയാണെന്ന് സ്വയം അംഗീകരിക്കുന്നവരെയാണ് ഈശോ കൂടുതൽ സ്നേഹിക്കുന്നത്. അപ്പം കാരണം ഈശോയുടെ ലക്ഷ്യം അതായിരുന്നു. ഈശോയുടെ ലക്ഷ്യം അതായിരുന്നു എന്നുള്ളത് നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണാൻ പറ്റും. കാരണം ഈശോ എപ്പോഴും ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെയായിരുന്നു. ഈശോ ലോകത്തിലേക്ക് വന്നത് അവർക്ക് വേണ്ടിയാണ്. ചുങ്കക്കാരും പാപികളും അവർ പാപത്തിന്റെ ഏറ്റവും അങ്ങേയറ്റത്താണ്. ചുങ്കക്കാരെന്ന് പറയുമ്പം ഈ നമ്മുടെ ടാക്സ് കളക്ടേഴ്സ്. അപ്പോൾ റോമാക്കാരുടെ അടിയിൽ ഇങ്ങനെ ഒരുപാട് സഹിച്ച് സങ്കടപ്പെട്ട് ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ ഇടയ്ക്ക് തന്നെയുള്ള ആൾക്കാരാണ് ചുങ്കക്കാർ. അതായത് ഇവരുടെ ഭരണത്തിന്റെ കീഴിലുള്ള മനുഷ്യരായിരുന്നു ചുങ്കക്കാർ. അപ്പോൾ ഈ മനുഷ്യർ പറഞ്ഞു, ഞങ്ങളുടെ തന്നെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ ടാക്സ് കളക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ ആ റോമക്കാർക്ക് വേണ്ടി സ്വന്തം മനുഷ്യരെ
പാപം ചെയ്ത് അവരുടെ കയ്യിന്ന് അവരെ ഒത്തിരി വേദനിപ്പിച്ച് അവരുടെ കയ്യിന്ന് ടാക്സ് കളക്ട് ചെയ്ത് ഈ റോമക്കാർക്ക് കൊടുക്കുന്ന, എന്നിട്ട് അതിൻ്റെ അകത്തുനിന്നും ലാഭം ഇവർ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ആൾക്കാരാണ് ചുങ്കക്കാര്, അതുപോലെ പാപികള്. ഇപ്പം ഈശോ അവരുടെ കൂടെയായിരുന്നു. കാരണം ഈശോയ്ക്ക് വേണ്ട ആ ആത്മാക്കൾക്ക് വേണ്ടി ഈശോ ഒരുപാട് ദാഹിക്കുന്നുണ്ട്. അപ്പം അതിലൂടെ നമുക്ക് ഈശോയുടെ ലക്ഷ്യം എന്തായിരുന്നു നമുക്ക് കാണാൻ പറ്റും. അതുപോലെ പാപിനിയായ സ്ത്രീയെ കല്ലെറിയുന്നിടത്ത് ഈശോ ആ പാപിനിയുടെ കൂടെ നിൽക്കുക ചെയ്യുന്നത്. അപ്പം ആ പാപിനിയുടെ കൂടെ നിന്ന് സ്നേഹത്തിലൂടെ ആ പാപിനിയെ തൻ്റെ അടുക്കിലേക്ക് അടുപ്പിക്കാനാണ് ഈശോ നോക്കുന്നത്. സ്നേഹിച്ച് പാപത്തിൽ നിന്ന് വിടുവിക്കാനാണ് ഈശോ അവിടെ ശ്രമിക്കുന്നത്. പിന്നെ നമുക്ക് കാണാം ധൂർത്തപുത്രന്റെ ഉപമ. ധൂർത്തപുത്രന്റെ ഉപമയില് ഒരുപാട് പാപം ചെയ്ത് ഈശോ പിതാവിന്റെ സ്നേഹത്തെ വേണ്ടെന്ന് വെച്ച് എനിക്ക് പൈസ മതി എന്ന് പറഞ്ഞ് ഈശോയുടെ അടുത്തുനിന്ന് അല്ലെങ്കിൽ പിതാവിന്റെ അടുത്തുനിന്ന് വിട്ടുപോകുന്ന ഒരു ധൂർത്തപുത്രനെ നമുക്ക് കാണാം. അത് കഴിഞ്ഞ് പിന്നീട് ഇവൻ ഒന്നുമില്ലാതെ എല്ലാം നശിപ്പിച്ച് പാപത്തിന്റെ അങ്ങേ അറ്റത്തെത്തി തിരിച്ച് ആ അഴുക്കോടുകൂടി വരുമ്പോൾ പിതാവ് എങ്ങനെയാണ് ആ ധൂർത്തപുത്രനെ സ്വീകരിക്കുന്നത് എന്നുള്ളത് അതൊരു പ്രസക്തമായ കാര്യമാണ്. കാരണം അവിടെ അഴുക്കോടെ അത്രയും ദിവസം കഴിഞ്ഞ് അഴുക്കോടെ അത്രയും ചീത്തയായിട്ട് കയറി വരുന്ന ധൂർത്തപുത്രനെ പിതാവ് എന്നാ ചെയ്യുന്നത്? ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുക ചെയ്യുന്നത്, അല്ലേ? അപ്പം പിതാവ് അങ്ങനെ ആ അഴുക്കോട് കൂടി തന്നെ നീ ഒന്ന് കുളിച്ചിട്ട് വാ, ഞാൻ കെട്ടിപ്പിടിക്കാം, അങ്ങനെയല്ലല്ലോ പിതാവ് ചെയ്തത്. പിതാവ് ആ അഴുക്കോട് കൂടി അവനെ കെട്ടിപ്പിടിച്ച് അവനെ ഓക്കെ ആക്കി എടുക്കുക ചെയ്യുന്നത്. അപ്പം അതുപോലെ നമുക്ക് കാണാം കൊഴുത്ത കാളക്കുട്ടിയെ അവിടെ കൊല്ലുന്നു. നമ്മുടെ മലയാളം ബൈബിളിലാണ് കൊഴുത്തത് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ബൈബിളിൽ അത് ഫാറ്റൻഡ് എന്ന് പറഞ്ഞാൽ കൊഴുപ്പിച്ച്. അതായത് പിതാവിന് അറിയായിരുന്നു ഒരു ദിവസം അവൻ വരും. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വീകരിക്കാൻ വേണ്ടി ഒരു കാളക്കുട്ടിയെ കൊഴുപ്പിച്ച് നിർത്തിയിരിക്കുമായിരുന്നു ഈ മകൻ തിരിച്ചു വരുമ്പം ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത്ര സ്നേഹത്തോടെ അത്ര ദാഹത്തോടെ ഇരിക്കുന്ന ഒരു അപ്പനെ നമുക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് പുതിയ നിയമത്തില് ഈ സ്വർഗത്തിന് സന്തോഷമുണ്ടാവും എന്ന് പറഞ്ഞിരിക്കുന്ന ഏക കാര്യം എന്ന് പറയുന്നത് ഒരു പാപിയുടെ മാനസാന്തരം. വിശുദ്ധർ സ്വർഗത്തിലെത്തുമ്പം സ്വർഗം സന്തോഷിക്കും എന്ന് അല്ല പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അതിൽ സന്തോഷമില്ലെന്നല്ല, പക്ഷെ എന്നാലും അതിലൊക്കെ ഒത്തിരി ഉപരിയായിട്ട് ഒരു പാപിയുടെ മാനസാന്തരമാണ് സ്വർഗത്തിലെ സന്തോഷിപ്പിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സക്കേവൂസിനോട് ഈശോ എന്നാ പറയുന്നത്? സക്കേവൂസ് പാപിയായിരുന്നു. സക്കേവൂസ് ഒരു മരത്തിൽ കയറി ഇരിക്കുമ്പം ഈശോ അത് കണ്ടിട്ട് ഈശോ അവരോട് പറയുന്നത് സക്കേവൂസ് വേഗം ഇറങ്ങി വന്ന, അല്ലെ? ഈശോ ആ ആത്മാവിന് വേണ്ടി ഭയങ്കരമായിട്ട് ദാഹിക്കുക. ഒരു പാപി തന്നെ കാണാൻ വേണ്ടി ഇങ്ങനെ ഇത്ര എഫേർട്ട് എടുത്ത് ഒരു മരത്തിന്റെ മുകളിൽ കയറി ഇരിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഈശോയ്ക്ക് ഒത്തിരി സന്തോഷമായി. ഈശോ എന്നിട്ട് പറയാം, സക്കേവൂസ് വേഗം ഇറങ്ങി വരൂ. പാപി കാണാൻ ആഗ്രഹിക്കുമ്പോൾ ആ ആത്മാവിന് വേണ്ടി ഈശോ ദാഹിക്കുകയാണ്. അപ്പം എന്നിട്ട് എനിക്ക് നിന്റെ കൂടെ താമസിക്കണം, എനിക്ക് നിന്നെ വേണം എന്ന് സക്കേവൂസിനോട് ഈശോ പറയുക. അവിടെയൊക്കെ നമുക്കൊരു പാപിയോട് ദൈവത്തിന് അല്ലെങ്കിൽ ഈശോയ്ക്ക് എത്ര സ്നേഹമുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഒരു പാപികളോടുള്ള സ്നേഹവും കരുണയും അതെല്ലാമാണ് നമ്മൾ ഈ വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം കാണുന്നത്. അതുപോലെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 14-ാം വാക്യത്തില് ഈശോ പറയുന്നുണ്ട്, മേലിൽ പാപം ചെയ്യരുത്. അതായത് ഒരു രോഗിയെ സുഖപ്പെടുത്തി കഴിഞ്ഞ് ഈശോ ആ രോഗിയോട് പറയാണ്, ഇനി മേലിൽ പാപം ചെയ്യരുത്. അപ്പൊ അതാണ് ഈശോ പറയുന്നത്. പാപങ്ങൾ ഉപേക്ഷിച്ച് വരുന്ന ഒരു പാപിയാണ്. അതായത് ദൈവം ഇവിടെ എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈശോ സ്നേഹിക്കുന്നത് പാപിയെയാണ്, അല്ലാതെ പാപത്തെയല്ല. അപ്പം ആ പാപത്തിനെ വെറുത്തുപേക്ഷിച്ച് വന്നു കഴിയുമ്പോഴാണ് ഈശോയ്ക്ക് അതിൽ സന്തോഷമുള്ളത്. അപ്പൊ നമ്മള് ഇനി മേലെ പാപം ചെയ്യില്ല എന്ന് പറഞ്ഞ് ഇനി മേലെ പാപം ചെയ്യരുതെന്ന് ഈശോ അവരോട് പറയുന്നുണ്ട്. അതിനർത്ഥം ഇനി പാപത്തിലേക്ക് തിരിച്ചു പോകരുത് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നമ്മൾ ഇനി പാപത്തിലേക്ക് തിരിച്ചു പോവില്ല എന്ന കണ്ടീഷനിൽ വരുമ്പോഴാണ് ഈശോയ്ക്ക് ഒത്തിരി സന്തോഷം വരുന്നത്. അവിടെയാണ് സ്വർഗം സന്തോഷിക്കുന്നത്. അപ്പം നമ്മൾ ആ ദൈവസ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ദൈവസ്നേഹത്തെ സ്വീകരിച്ച് നമ്മുടെ പാപങ്ങളെ വെറുത്തുപേക്ഷിക്കണം. അപ്പം അങ്ങനെ നമ്മുടെ ലക്ഷ്യം അങ്ങനെ പാപത്തെ വെറുത്തുപേക്ഷിക്കുക എന്നുള്ളതായിരിക്കണം. പ്രത്യേകിച്ച് ഈ നോയമ്പ് കാലത്ത്
അപ്പം കാരണം നൊയമ്പ് കാലം എന്ന് പറയുന്നത് ഒരു അങ്ങനെ ഒരു പാപത്തിൽ നിന്ന് വിട്ട് ദൈവത്തിലേക്ക് അടുക്കാനുള്ള ഒരു കാലമായിട്ട് മാറണം. അപ്പൊ ദൈവസ്നേഹത്തെ സ്വീകരിച്ച് പാപം വെറുത്തുപേക്ഷിച്ച് വേണം നമ്മൾ ഈശോയുടെ അടുത്തേക്ക് വരാൻ. അപ്പം ഇനി നമ്മള് അങ്ങനെ ഒരു ഈശോയുടെ സ്നേഹത്തെ, അതായത് പാപത്തെ ഉപേക്ഷിച്ച് ഈശോയുടെ സ്നേഹത്തെ സ്വീകരിച്ച് കഴിയുമ്പോൾ നമ്മളെ ഈശോനെ വെൽക്കം ചെയ്യുക ചെയ്യുന്നത് അല്ലേ? നമ്മുടെ ആ പാപത്തെ വെറുത്തുപേക്ഷിക്കുക എന്ന് പറയുന്നത് ഈശോനെ വെൽക്കം ചെയ്യുന്നു എന്നുള്ളത് അവിടെ പ്രകടമാകും. അപ്പം ഈ വലിയ നോമ്പ് കാലത്ത് നമുക്ക് ഏറ്റവും 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 നല്ല സമയം എന്ന് പറയുന്നത് വലിയ നോമ്പ്. പലപ്പോഴും ഇങ്ങനൊരു വിശ്വാസത്തിലല്ലാത്ത പലരും വലിയ നോയമ്പിനെ കാണുന്നത് അവരുടെ കൊച്ചിന്റെ കല്യാണം നടത്താൻ, അല്ലെങ്കിൽ അങ്ങനെ പല പല ജഡികമായ ലക്ഷ്യത്തോടു കൂടി വലിയ നോമ്പ് ആചരിക്കുന്നവരെ നമുക്ക് അറിയാം. പക്ഷേ അങ്ങനെയല്ല. നമ്മള് വലിയ നോമ്പ് എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങളെ മുഴുവൻ ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ഒരു സമയമായിട്ട് ഈ വലിയ നോമ്പ് നമുക്ക് മാറണം. അപ്പം കാരണം ഈശോ നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ഈശോയുടെ ഈ സ്നേഹത്തിന് ആകെപ്പാടെ ഈശോ നമ്മളോട് പ്രതിഫലം ഒറ്റ കാര്യം നമ്മളോട് ചോദിക്കുന്നുള്ളൂ. നമുക്ക് 2 കൽപ്പനകൾ, ഈശോയുടെ 10 കൽപ്പനകളെ രണ്ടായിട്ട് സംഗ്രഹിച്ചിട്ടുണ്ട് ദൈവം. അതാണ് തന്നെ നിന്നെക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക, തന്നെപ്പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ ആ ഒരൊറ്റ കാര്യം ദൈവം നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കണം. സഹോദരങ്ങളെ സ്നേഹിക്കുക എന്ന് പറയുമ്പം എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. നമ്മുടെ കൺമുന്നിൽ കാണുന്ന നമുക്ക് അപരിചിതരായിട്ടുള്ള ഓരോരുത്തരെയും സ്നേഹത്തോടെ നമ്മുടെ ഒരു സന്തോഷത്തോടെ, നമ്മുടെ ഒരു ചിരിയോടെ അവരെല്ലാവരെയും കണ്ട് അവരെല്ലാം ഈശോയില് നമ്മുടെ ആൾക്കാരാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി കൺമുന്നിൽ കാണുന്ന ഓരോരുത്തരെയും കണ്ട് ചിരിച്ച് അവരോട് വർത്താനം പറഞ്ഞ് അങ്ങനെ അവരെ സ്നേഹിച്ച്, അല്ലെ പാപികളെ പോലും, അല്ലെ നമ്മളെ വെറുക്കുന്നവരെ പോലും സ്നേഹിച്ച് ഈശോയുടെ ആ സ്നേഹത്തെ നമുക്ക് അവർക്ക് കൊടുക്കാൻ സാധിക്കണം. അപ്പം നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. എൻ്റെ നല്ല ഈശോയെ, ഈ നൊയമ്പ് കാലത്ത് ഞങ്ങളുടെ പാപങ്ങളെ വെറുത്തുപേക്ഷിക്കുവാനും പാപപരിഹാര ജീവിതം നയിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. അതുപോലെ ഞങ്ങളുടെ സഹോദരങ്ങളെ ആഴത്തിൽ സ്നേഹിച്ച് അവരോട് കരുണ കാണിച്ച് അവർക്ക് വേണ്ടി നന്മകൾ ചെയ്ത് ഈശോയെ അങ്ങയുടെ സ്നേഹത്തിൽ വളരുവാനും ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. താങ്ക് യു ചഞ്ചൽ. യു എസിൽ നിന്ന് നമ്മോടൊപ്പം നമ്മുടെ ഓൺലൈൻ അമേരിക്കയിലെ ഗ്രൂപ്പിനെ മുഴുവൻ കോർഡിനേറ്റ് ചെയ്യുന്നു. ചഞ്ചൽ നമ്മോട് പങ്കുവച്ചത് പാപിയെ സ്നേഹിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. ഈശോയുടെ പീഡാസഹന മരണ ഉദ്ധാനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്ന ഈ അവസരത്തിൽ പ്രത്യേകമായിട്ടും ഓരോ പാപിയെയും സ്നേഹിക്കുന്ന, പാപിക്ക് വേണ്ടി കാൽവരി മലയിൽ ബലിയായി തീർന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ്, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് നമ്മോട് സംസാരിച്ചത്. നമുക്ക് ഈ സമയം ചഞ്ചലിൻ്റെ കുടുംബത്തെയും അമേരിക്കയെയും അവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും, പ്രത്യേകമായിട്ട് ജോലിയെയും, ഒപ്പം ഈ ഒരു നവീകരണവുമായി ബന്ധപ്പെട്ട ക്രിസ്തുവിനെ പങ്കുവെക്കുന്ന മിഷണറി പ്രവർത്തനത്തെയും, നമ്മുടെ ഹോളി ഹോമിൻ്റെ ഷൂബ് ഓൺലൈൻ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അവിടുത്തെ കാര്യങ്ങളെ നമ്മൾ പ്രത്യേകമായി സമർപ്പിച്ചുകൊണ്ട് ചഞ്ചലിൻ്റെ ജീവിതത്തെ മുഴുവൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് അനേകരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാനായിട്ടുള്ള വലിയ കൃപാവരം അവരുടെ കുടുംബം മുഴുവൻ നൽകണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ ആരാധന, ദൈവമേ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. ദൈവമേ ചഞ്ചലിനെയും കുടുംബത്തെയും അവിടുത്തെ കരങ്ങളിൽ പ്രത്യേകമാവിധം ഞങ്ങൾ ഉയർത്തുന്നു. കർത്താവേ അനുഗ്രഹിക്കണമേ. അമേരിക്കയിലെങ്ങും ദൈവത്തിന്റെ സുവിശേഷം ഫലപ്രദമായി പങ്കുവെക്കാനുള്ള കൃപാവരം അങ്ങ് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ഇന്ന് നമ്മോട് പങ്കുവെച്ച ദൈവവചനം പാപിയെ സ്നേഹിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. ചില മനോഹരമായി വിശുദ്ധ ഗ്രന്ഥത്തിലെ ധാരാളം സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ അത് നാം ഓരോരുത്തരുമായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാം. സക്കൈവൂസിനെ തിരികെ കൊണ്ടുവരുന്ന പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തെ, നല്ല സമരിയക്കാരി സ്ത്രീയുടെ അടുത്ത് പങ്കുവെക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ, പാപിനിയായ സ്ത്രീയുമായി സ്നേഹിക്കുന്ന ദൈവത്തിന്റെ ചിത്രത്തെ, അങ്ങനെ ഓരോ സംഭവങ്ങളും നമ്മൾ എടുത്തു നോക്കുമ്പോൾ അത് നമ്മെക്കുറിച്ച് തന്നെയാണ്. പാപിയായ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കാൽവരി മലയുടെ മുകളിൽ 3 ആണികളിൽ
പരിപൂർണ നഗ്നനാക്കപ്പെട്ട ഈശോ മിശിഹായുടെ ചിത്രം നമുക്ക് ഓർക്കാം. പിതാവായ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് നൽകിയത് ആ നീതിമാനായ അവന്റെ മരണമാണ് നീതിരഹിതരായ പാപികളായ നമ്മെ നിത്യമായ രക്ഷയിലേക്ക് നയിച്ചതെന്ന് നമുക്ക് ഓർക്കാം. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ നമ്മൾ ഉറങ്ങാനായിട്ട് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ കാൽവരി മലയിൽ നമുക്ക് പകരക്കാരനായി മരിച്ച നീതിമാനായ ദൈവത്തിന്റെ ചിത്രം നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. പാപിയായ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി, ബലഹീനരായ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി, സാത്താന്റെ അടിമത്തത്തിൽ അകപ്പെട്ടു പോയ നമുക്ക് ഓരോരുത്തർക്കും പകരക്കാരനായി നീതിമാനായ, ഒരു തെറ്റും ചെയ്യാത്ത അവൻ പാപിയായ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കാൽവരി മലയിൽ മരിച്ച് 2000 വർഷം മുമ്പ് അവിടുന്ന് നേടിത്തന്ന വലിയ രക്ഷ പിതാവായ ദൈവത്തിന്റെ വലിയ സ്നേഹമാണ്. പാപിയെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ ചിത്രമാണ്. തന്നെ ഒറ്റിക്കൊടുക്കുന്നവനെ സ്നേഹിക്കുന്ന, തന്നെ തള്ളിപ്പറയുന്നവനെ സ്നേഹിക്കുന്ന, തൻ്റെ പക്കൽ നിന്ന് ഓടി അകലുന്നവനെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ ചിത്രമാണ്. അത് സമയാക്കാരിയുടെ ആവട്ടെ, സക്കൈവൂസിന്റെ ആവട്ടെ, ധൂർത്തപുത്രന്റെ ആവട്ടെ, കുഷ്ഠരോഗിയുടെ ആവട്ടെ, അന്ധനായ ബർത്തിമേസിന്റെ ആകട്ടെ, എല്ലാ ചിത്രവും നമ്മുടെ മുമ്പിൽ പറയുന്നത് പാവിയെ സ്നേഹിക്കുന്ന, അവനെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തിന്റെ ചിത്രമാണ്. ഒരു നിമിഷം പാവിയാളായ നമ്മൾ ഓരോരുത്തരെയും ജീവിതം ദൈവത്തിന്റെ കരങ്ങൾ ഉയർത്തി നമ്മെ ഇത്രമാത്രം സ്നേഹിക്കുന്ന, പാപിയായ നമുക്ക് വേണ്ടി സ്വപുത്രനെ പോലും നൽകാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ദൈവത്തിന്റെ വലിയ സ്നേഹത്തെ, പാപിയായ എന്നോട് നാം ഓരോരുത്തരോടും കാണിച്ച വലിയ കാരുണ്യത്തെ എല്ലാം ഓർത്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ യേശുവേ, ആരാധിക്കുന്നു. ആരാധന, കർത്താവേ ആരാധന. നന്ദി പറയുന്നു. ദൈവമേ, കർത്താവേ നന്ദി, പാപികളായ ഞങ്ങളെ ത്രിത്വൈക ദൈവമേ, ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേ വീണ്ടെടുത്ത അവിടുത്തെ ആരാധിക്കുന്നു, വലിയ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കൃപയെ ഓർത്തുകൊണ്ട് യേശുവേ, ദൈവമേ നന്ദി യേശുവേ, പറയുന്നു. യേശുവേ, യേശുവേ, ദൈവമേ, ഞങ്ങൾ യേശുവേ, ഓരോരുത്തരും ആരാധന, ആരാധന. പാപികളായിരിക്കെ ഞങ്ങൾക്ക് വേണ്ടി കർത്താവേ നിന്റെ നന്ദി പറയുന്നു, പ്രിയപുത്രനെ സ്തുതിക്കുന്നു, നൽകുകയും വാഴ്ത്തുന്നു. അവിടുന്ന് ഹല്ലേലൂയ. കാൽവരി മലയിൽ യേശുവേ, ക്രൂശിക്കപ്പെട്ട യേശുവേ, ഞങ്ങൾക്ക് യേശുവേ, വേണ്ടി യേശുവേ, യേശുവേ, സ്വന്തം ജീവൻ യേശുവേ, നൽകിക്കൊണ്ട് ഞങ്ങളെ യേശുവേ. വീണ്ടെടുത്തതിനോട് ഈശോയെ, നന്ദി പറയുന്നു. ആരാധന, ദൈവമേ, ആരാധന, ഞങ്ങൾ ആരാധന, ആരാധന. പാപികളാണെന്നുള്ള ഹല്ലേലൂയ. തിരിച്ചറിവോടെ കർത്താവേ, അപബോധത്തോടെ സ്നേഹിക്കുന്ന പിതാവേ, നിന്റെ പക്കലേക്ക് കടന്നു വരുവാൻ അവിടുന്ന് ഞങ്ങളെ കർത്താവെ ഇടയാക്കണം. ഈ സ്തുതിക്കുന്നു, രാത്രിയിൽ വാഴ്ത്തുന്നു. ഞങ്ങളുടെ ഹല്ലേലൂയ. ഹൃദയത്തിൽ അവിടുത്തെ യേശുവേ, പ്രിയപുത്രന്റെ ആരാധന, തിരുമുഖങ്ങൾ ആരാധന, ഞങ്ങളുടെ ഹൃദയത്തിൽ ആരാധന, ആരാധന, ആരാധന. പാപിയായ ഞങ്ങൾക്ക് വേണ്ടി പിതാവായ ദൈവമേ, അവിടുത്തെ പുത്രനായ ദൈവമേ, പ്രിയപുത്രൻ മരിച്ചു പരിശുദ്ധാത്മാ എന്നുള്ള ദൈവമേ, വലിയ ആരാധന. ക്രൂശിക്കപ്പെട്ടതെന്നും ഹല്ലേലൂയ, വലിയ ഹല്ലേലൂയ, അപബോധത്തിലേക്ക്, അനുഭവത്തിലേക്ക് ഹല്ലേലൂയ. വരാൻ ഞങ്ങളെ ഇടയാക്കണമേ. യേശുവേ, യേശുവേ, കർത്താവായ ദൈവമേ, യേശുവേ, ഈ കുരിശിന്റെ യേശുവേ, യാത്രയും യേശുവേ, ഈ യേശുവേ, തീർത്ഥയാത്രയും യേശുവേ, ഒക്കെ യേശുവേ. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ പാപിയായി നന്ദി. ഞങ്ങളുടെ ഹല്ലേലൂയ, ഓരോരുത്തരെയും ഹല്ലേലൂയ, വീണ്ടെടുപ്പിനായി ഹല്ലേലൂയ. അവിടുത്തെ പുത്രനിലൂടെ പൂർത്തീകരിക്കപ്പെട്ട വലിയ കർത്താവേ നന്ദി. ദൈവത്തെ ഹല്ലേലൂയ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അതിനോർത്ത് യേശുവേ, ദൈവമേ നന്ദി യേശുവേ, പറയുന്നു. യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ആരാധന, ദൈവമേ ആരാധന, ആരാധിക്കുന്നു. ആരാധന, ആരാധന. കർത്താവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 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 യേശുവേ. പ്രിയപ്പെട്ടവരെ, ലോകമെമ്പാടും വേദന അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന, പാപത്തിന്റെ അടിമത്തത്തിലും തഴക്കദോഷങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരെയും നമുക്ക് പ്രത്യേകമായിട്ട് കൊടുക്കാം. അവർക്ക് കൂടെ വേണ്ടിയാണ് ക്രിസ്തു മരിച്ചതെന്നുള്ള വലിയ അറിവ് അവർക്കുണ്ടാകുന്നതിന്, പാപത്തിൽ നിന്ന് ഓരോ വ്യക്തിയും, ഓരോ സമൂഹവും, ഓരോ രാഷ്ട്രവും തിരിച്ചു വരുന്നത്, ദൈവത്തിന്റെ പക്കലേക്ക് തിരിച്ചു വരുന്നതിനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. പ്രത്യേകമായിട്ട് നമ്മളോ നമ്മളുമായി ബന്ധപ്പെടുന്ന ആരെങ്കിലും ഏതെങ്കിലുമൊക്കെ മാരകമായ പാപത്തില്, ഏതെങ്കിലുമൊക്കെ അടിമത്വത്തില്, പാപത്തിന്റെ ബലഹീനതകളില്, തഴക്കദോഷങ്ങളിലൊക്കെ വീണ് പോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും കുടുംബങ്ങളിൽ പ്രതിസന്ധിയിലൂടെ, പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, അവരെ എല്ലാം നമുക്ക് ഈ സമയം വിശുദ്ധനായ കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്ത് അവരെയൊക്കെ തൊടണമേ, അവിടുത്തെ വലിയ സ്നേഹാനുഭവത്തിലേക്ക് കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവമേ ഈശോയെ, സ്തുതിക്കുന്നു. ആരാധന. ദൈവമേ ഹല്ലേലൂയ. ആരാധിക്കുന്നു. കർത്താവേ കർത്താവേ നന്ദി, നന്ദി, നന്ദി. കർത്താവേ സ്തുതിക്കുന്നു, കർത്താവേ, വാഴ്ത്തുന്നു. പാപത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ആരാധന. പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നവരെ, കർത്താവേ നന്ദി. ഹല്ലേലൂയ, കഷ്ടപ്പെട്ടവരെ, ഹല്ലേലൂയ. ഈശോയെ, ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ, താങ്ക് യു യേശുവേ, ലോർഡ്. യേശുവേ, യേശുവേ, ആരാധന, ആരാധന. യേശുവേ, സ്തുതി. നമ്മുടെ കൊച്ചു പ്രാർത്ഥന ചൊല്ലിയിട്ട് മാതാവിനോടുള്ള പാട്ടുപാടി പ്രാർത്ഥിച്ച് നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. നമുക്ക് പ്രാർത്ഥനയോടെ നാളത്തെ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കാം. നാളെ നമുക്ക് പരിചയമുള്ളവരോടെല്ലാം പറഞ്ഞ് എല്ലാവരും എത്താനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. മണിച്ചേട്ടാ. ജിയോ ചേട്ടാ. ജിയോ ചേട്ടൻ, നമ്മുടെ കൊച്ചു പ്രാർത്ഥന ആരെങ്കിലും ചെല്ലാവോ?
നമുക്ക് മാതാവിൻ്റെ പാട്ട് പാടാം. മിനി ചേച്ചി. റോസാപ്പൂവേ റോസാപ്പൂവേ സ്വർഗീയ റോസാപ്പൂവേ ലെബനോനിൽ വിരിയും ലില്ലിപ്പൂവേ ഗാഗുൽത്തായുടെ നൊമ്പരമേ ഗാഗുൽത്തായുടെ നൊമ്പരമേ കാർമൽ മലയിൽ തൂകുന്ന മഞ്ഞേ ഒലിവിൻ ശിഖരം ഏന്തുന്ന പ്രാവേ കാർമൽ മലയിൽ തൂകുന്ന മഞ്ഞേ ഒലിവിൻ ശിഖരം ഏന്തുന്ന പ്രാവേ നോഹദൻ പെട്ടകമേ നോഹദൻ പെട്ടകമേ റോസാ 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 സ്വർഗീയ റോസാ ആനന്ദ റോസാ സ്വർഗീയ റോസാ ആനന്ദ റോസാ. എല്ലാവരുടെയും അനുവാദത്തോടെ എന്ത് ചെയ്യുന്നു? നമുക്ക് പ്രാർത്ഥനയോടെ നാളെ വീണ്ടും നമുക്ക് കാണാൻ പ്രാർത്ഥിക്കാം.